സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. രാഹുൽ ഗാന്ധിയെ തളയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ അടപടലം പൊട്ടിയ അവസ്ഥയിലായി BJP നേതാവ് അനുരാഗ് ഠാക്കൂർ. രാഹുൽ ഗാന്ധി തെളിവ് സഹിതം പുറത്തുവിട്ട വോട്ട് കൊള്ള ആരോപണത്തിന് ബദലായി BJP മുന്നോട്ട് വെച്ച വയനാട്ടിലെ വോട്ട് ക്രമക്കേട് ആരോപണം അപ്പാടെ പൊളിഞ്ഞു പാളീസായി. നമുക്കറിയാം, വോട്ട് കൊള്ള ആരോപണം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചപ്പോൾ BJP കടുത്ത പ്രതിരോധത്തിലായി പോയിരുന്നു. ദുർബലമായ ചില പ്രതികരണങ്ങൾ മാത്രമാണ് BJP നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വന്നത്. സാധാരണ എന്തെങ്കിലും ആരോപണങ്ങൾ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ മുന്നോട്ട് വെച്ചാൽ കടന്നൽ കൂട്ടം ഇളകി വരുന്നത് പോലെ മറു ആരോപണവുമായി വരുന്ന BJP സോഷ്യൽ മീഡിയ പോരാളികളും നിശബ്ദമായിരുന്നു. ഒടുവിൽ ഞങ്ങളും ഇതാ അന്വേഷിച്ച് കണ്ടെത്തിയ വ്യാപക വോട്ട് ക്രമക്കേടുകൾ എന്ന രൂപത്തിൽ അനുരാഗ് ഠാക്കൂർ ആരോപണങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു. വയനാടുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 2 ആരോപണങ്ങളാണ് BJP നേതാവ് മുന്നോട്ട് വെച്ചത്. ഒന്ന്, മൈമൂന എന്ന വോട്ടർക്ക് 3 ബൂത്തുകളിൽ വോട്ടുണ്ട്. 2, വ്യത്യസ്ത മതത്തിലുള്ളവർക്ക് ഒരേ വീട്ടിൽ വോട്ടുണ്ട്. ഇതെല്ലാം വോട്ട് ക്രമക്കേടാണ്. ഈ 2 ആരോപണങ്ങളുമാണ് പൊളിഞ്ഞിരിക്കുന്നത്. പൊളിഞ്ഞപ്പോൾ അതിന് പുതിയ ന്യായീകരണവുമായി BJP നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ. ഒപ്പം പൊളിയുമെന്ന് ഉറപ്പുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത മറ്റൊരു അജണ്ട കൂടി സംഘപരിവാർ ബുദ്ധികേന്ദ്രങ്ങൾ പയറ്റുന്നുണ്ടോ എന്നുള്ള സംശയവും ഉയരുന്നുണ്ട്. അതും വിശദീകരിക്കാം. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിൽ 93,000 വോട്ടുകൾ കൃത്രിമമായി ചേർത്തു എന്നാണ് അനുരാഗ് ഠാക്കൂർ ആരോപിച്ചത്. ഈ ആരോപണത്തിനൊപ്പമാണ് മൈമൂന എന്ന വോട്ടർക്ക് 3 വോട്ടുണ്ടെന്ന കാര്യം BJP നേതാവ് ഉദാഹരണമായി പറഞ്ഞത്. എന്നാൽ ഠാക്കൂറിന്റെ ഈ തെളിവ് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ പൊളിച്ചു. ഏറനാട് മണ്ഡലത്തിലെ വോട്ടറായ മൈമൂനയ്ക്ക് 115, 135, 152 എന്നീ ബൂത്തുകളിൽ വോട്ടുണ്ട് എന്നായിരുന്നു BJP നേതാവ് ആരോപിച്ചത്. 3 ബൂത്തുകളിലും വോട്ടുള്ളത് വെവ്വേറെ മൈമൂനമാരാണെന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ 3 മൈമൂനമാരെയും ചാനലിന്റെ പ്രതിനിധി പോയി കാണുകയും ചെയ്തു. 3 മൈമൂനമാരും 3 പഞ്ചായത്തുകളിൽ താമസിക്കുന്നവരുമാണ്. അരീക്കോട്, കാവന്നൂർ, കുഴിമണ്ണ പഞ്ചായത്തുകളിലെ സ്ഥിര താമസക്കാരാണ് ഇവർ. അതായത് ഠാക്കൂറിന്റെ തെളിവ് തറപറ്റി. ഇനി അടുത്ത ആരോപണം, വ്യത്യസ്ത മതത്തിലുള്ളവർ ഒരേ വീട്ടിൽ താമസിക്കുന്നു എന്ന തരത്തിലുള്ള വിലാസം നൽകിയിരിക്കുന്നു എന്നാണ് അനുരാഗ് ഠാക്കൂർ അടുത്തതായി ചൂണ്ടിക്കാട്ടിയത്. ചൗണ്ടേരി എന്ന വീട്ടുപേരിൽ ഉമറും ലില്ലിക്കുട്ടിയും ഫാറൂഖും കമലമ്മയും എങ്ങനെ വന്നു എന്നാണ് ഠാക്കൂർ ചോദിക്കുന്നത്. ഇത് വ്യാജ കുടുംബബന്ധം സ്ഥാപിച്ച് കൂട്ടിച്ചേർത്തതാണ് എന്നാണ് ഠാക്കൂറിന്റെ ആരോപണം. എന്നാൽ സംഭവം എന്താണ്? ചൗണ്ടേരി എന്നത് വീട്ടുപേരല്ല, വയനാട്ടിലെ ഒരു ചെറിയ ദേശത്തിന്റെ പേരാണ്. പഴയകാലത്തെ ചാമുണ്ടേശ്വരി കുന്നാണ് പിന്നീട് ചുരുങ്ങി ചൗണ്ടേരി ആയി മാറിയത്. ജാതി മത വ്യത്യാസമില്ലാതെ ഈ നാട്ടിലെ മിക്കവരും ചൗണ്ടേരി എന്ന ദേശനാമം പേരിനൊപ്പം ചേർക്കുന്നു. അങ്ങനെ ഠാക്കൂറിന്റെ 2ാം ആരോപണവും പൊളിയുകയാണ്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാതൃഭൂമി ന്യൂസിലെ കമൽ രസകരമായ ഒരു കുറിപ്പിനൊപ്പമാണ് ഈ വാർത്ത ഷെയർ ചെയ്തിരിക്കുന്നത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കണിയാമ്പറ്റ പഞ്ചായത്തിലെ വരദൂരിൽ വ്യത്യസ്ത മതവിശ്വാസികളായ മറിയ, വള്ളിയമ്മ എന്നീ വോട്ടർമാർ ഒരേ വീട്ടിൽ കഴിയുന്നു എന്നതായിരുന്നു മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ ഇന്നലെ ഉന്നയിച്ച ആരോപണം. ഇതേ മണ്ഡലത്തിലെ വെള്ളമുണ്ട പഞ്ചായത്തിലെ കരിങ്ങാരി ബൂത്തിൽ കരിഞ്ചോല എന്ന ഒറ്റ വീട്ടിൽ നിന്ന് M കമൽ, ലിഷ മേരി ഡിക്രൂസ് എന്നീ 2 പേർ വർഷങ്ങളായി വോട്ട് ചെയ്യുന്നുണ്ട് എന്ന കാര്യം അനുരാഗ് ഠാക്കൂറിന്റെയും അനുയായികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്നാണ് കമലിന്റെ പോസ്റ്റ്. കമലിന്റെ ഭാര്യയാണ് ലിഷ മേരി ഡിക്രൂസ്. അതായത് ഉത്തരേന്ത്യയിൽ 2 മതവിശ്വാസികൾ വിവാഹം കഴിച്ച് ഒരുമിച്ച് കഴിയുന്നതും മറ്റും അപൂർവതയായിരിക്കാം. അതൊക്കെ BJPക്കാർക്ക് സംശയാസ്പദമായ വോട്ടുകളുമായിരിക്കാം. കേരളത്തിൽ പക്ഷേ അങ്ങനെയല്ല. ഇതുപോലുള്ള ഒരുപാട് വീടുകൾ ഉണ്ടെന്നാണ് കമൽ ഈ കുറിപ്പിലൂടെ പറയുന്നത്. വയനാടിനെ കുറിച്ച് മാത്രമല്ല അനുരാഗ് ഠാക്കൂർ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയെ കുറിച്ച് ആരോപണമുണ്ട്. 92,747 വോട്ടർമാരെ പരിശോധന ഒന്നും കൂടാതെ മാസായി കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ് ആരോപണം. അതായത് കൂട്ടമായി കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ് ആരോപണം. തൃണമൂൽ കോൺഗ്രസിന്റെ അഭിഷേക് ബാനർജിയുടെ ഡയമണ്ട് ഹാർബർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ 2,60,000-ലധികം സംശയാസ്പദമായ വോട്ടർമാരുണ്ടെന്നാണ് മറ്റൊരു ആരോപണം അനുരാഗ് ഠാക്കൂർ മുന്നോട്ട് വെച്ചത്. മറ്റാരോപണങ്ങൾ ഇനി പറയുന്നവയാണ്. അഖിലേഷ് യാദവിന്റെ കനൌജ് മണ്ഡലത്തിൽ 2,91,798 സംശയാസ്പദമായ വോട്ടർമാർ. അഖിലേഷിന്റെ ഭാര്യയായ ഡിംപിൾ യാദവിന്റെ മണ്ഡലമായ മെയിൻപുരിയിൽ 2,55,914 സംശയാസ്പദമായ വോട്ടർമാർ. തമിഴ്നാട് മുഖ്യമന്ത്രിയായ MK സ്റ്റാലിന്റെ മണ്ഡലമായ കോലത്തൂരിൽ 19,776 സംശയാസ്പദമായ വോട്ടർമാർ. നുഴഞ്ഞുകയറ്റക്കാരെ ഉപയോഗിച്ച് കോൺഗ്രസും ഇന്ത്യ സഖ്യവും വോട്ട് ബാങ്ക് സൃഷ്ടിക്കുന്നു. ഇങ്ങനെ പോകുന്നു അനുരാഗ് ഠാക്കൂറിന്റെ കാടടച്ചുള്ള വ്യാജ വെടികൾ എന്ന് തന്നെ പറയാം.
താക്കൂറിന്റെ ആരോപണങ്ങളോട് കോൺഗ്രസ് മറുപടിയായി മുന്നോട്ട് വെച്ചത് ഒരു ചോദ്യമായിരുന്നു. അതായത് 6 ലോക്സഭാ മണ്ഡലങ്ങളുടെ വോട്ടർ പട്ടിക എങ്ങനെ അനുരാഗ് ഠാക്കൂറിന് 6 ദിവസം കൊണ്ട് കിട്ടി? അതായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് വെച്ച ചോദ്യം. രാഹുൽ ഗാന്ധിക്ക് ഒരു ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക കിട്ടാൻ തന്നെ 6 മാസം എടുത്തു. അതും ഡിജിറ്റൽ ആയിട്ടുള്ള വോട്ടർ പട്ടിക നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിരുന്നില്ല. പേപ്പർ ലിസ്റ്റാണ് നൽകിയത്, ഒരു കുന്നുള്ള പേപ്പർ ലിസ്റ്റാണ് നൽകിയത്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ 6 ദിവസം കൊണ്ട് BJPക്ക് വോട്ടർ പട്ടിക കിട്ടി? അതാണ് കോൺഗ്രസ് ചോദിച്ച ചോദ്യം. എന്തായാലും വയനാട്ടിലെ വോട്ട് ക്രമക്കേട് ആരോപണം പൊളിഞ്ഞതോടെ അനുരാഗ് ഠാക്കൂറിനെ ട്രോളി നിരവധി പേർ രംഗത്തെത്തുകയാണ്. ബഷീർ വള്ളിക്കുന്ന് എഴുതിയ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യയിലെ ഇന്നത്തെ ഏറ്റവും വലിയ കോമാളിയായി ഈ ചങ്ങാതി മാറിയിരിക്കുകയാണ്. അതായത് അനുരാഗ് ഠാക്കൂറിന്റെയും ശങ്കരാടിയുടെ ഒരു കഥാപാത്രത്തിന്റെയും ഫോട്ടോ കൊടുത്തിട്ടാണ് ബഷീർ വള്ളിക്കുന്ന് ഈ എഴുതുന്നത്. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ഈ അനുരാഗ് ഠാക്കൂർ കൊണ്ടുവന്ന തെളിവുകൾ കണ്ട് ചിരിക്കണോ അതോ കരയണോ എന്നറിയാത്ത പരുവത്തിലാണ് നാട്ടുകാർ. ഇവന്റെയൊക്കെ IQ എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ എന്ന് ബഷീർ വള്ളിക്കുന്ന് ചോദിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് കൊടുക്കാത്ത ഡിജിറ്റൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഈ ഠാക്കൂറിന് ഒറ്റ രാത്രി കൊണ്ട് എവിടെ നിന്ന് കിട്ടി എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യം കുറെ കൂടി ഗൗരവതരമായ ഉത്തരം ആവശ്യമുള്ള ഒന്നാണ്. അത് വേറെ തലത്തിൽ ചർച്ച ചെയ്യണമെന്നും ബഷീർ വള്ളിക്കുന്ന് എഴുതുന്നു. രാഹുലിനെ പരിഹസിക്കാൻ വല്ലതും കിട്ടുമോ എന്ന് നോക്കി കാത്തിരുന്ന നാഷണൽ മീഡിയയ്ക്ക് വിശന്നിരിക്കുന്നവന് ചക്കക്കൂട്ടാൻ കിട്ടിയതുപോലത്തെ ആക്രാന്തമായിരുന്നു. അനുരാഗ് ഠാക്കൂർ അവരുടെ ഹീറോ ആയി, കണ്ടുപിടിച്ചേ എന്ന മട്ടിൽ തലക്കെട്ടുകളുടെ പ്രളയമായി, അന്തി ചർച്ചകളായി. ഉത്തരേന്ത്യയിലെ സംഘി വാട്സപ്പ് ഗ്രൂപ്പുകൾക്ക് അത് മതിയായിരുന്നു. തലയ്ക്കകത്ത് ഒരു നയാ പൈസയുടെ വിവരമില്ലാത്തവരുടെ ഗ്രൂപ്പുകളിലൊക്കെ പോസ്റ്റോട് പോസ്റ്റായിരുന്നു എന്ന് ബഷീർ വള്ളിക്കുന്ന് എഴുതുന്നു. മിസ്റ്റർ ഗോലി മാറോ ഠാക്കൂർ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി എവിടെ കിടക്കുന്നു? ഒരു ഡിജിറ്റൽ വോട്ടേഴ്സ് ലിസ്റ്റ് കയ്യിൽ കിട്ടിയിട്ട് അതൊന്നും മര്യാദയ്ക്ക് സെർച്ച് ചെയ്യാൻ പോലും കഴിയാത്ത താനൊക്കെ എവിടെ കിടക്കുന്നു എന്നാണ് ബഷീർ വള്ളിക്കുന്ന് ചോദിക്കുന്നത്. ഉത്തരേന്ത്യയിലെ സംഘികളെ പറ്റിക്കുന്ന പണിയുമായി കേരളത്തിലേക്ക് വരരുത്, ഇത് നാട് വേറെയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ബഷീർ വള്ളിക്കുന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഈ വ്യാജ തെളിവുകൾ പൊളിഞ്ഞു പോയതോടെ പുതിയ വാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് BJPയുടെ ബുദ്ധി കേന്ദ്രങ്ങൾ. താക്കൂർ ചൂണ്ടിക്കാട്ടി പൊളിഞ്ഞുപോയ തെളിവുകൾ പോലെയാണ് അത്രേ രാഹുൽ ചൂണ്ടിക്കാട്ടിയ തെളിവുകളും എന്നാണ് അവർ പറയുന്നത്. അതായത് രാഹുൽ ചൂണ്ടിക്കാട്ടിയ വോട്ട് ചോരിയും ഠാക്കൂർ പറഞ്ഞ വോട്ട് ക്രമക്കേടും ഒന്നാണെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. രണ്ടിലും വലിയ കാര്യമൊന്നുമില്ല എന്നും പറയുകയാണ്. ഇന്ത്യയിലാകെ ഇതുപോലുള്ള വോട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കുകയുമാണ് BJPയുടെ ഈ ബുദ്ധി കേന്ദ്രങ്ങൾ. ഇതും അവരുടെ ഒരു അജണ്ടയായിരുന്നോ എന്നുള്ള സംശയമാണ് അതുകൊണ്ട് തന്നെ ഉയരുന്നത്. ഠാക്കൂർ അപഹാസ്യനായെങ്കിലും BJP ഭക്തന്മാർക്ക് പുതിയ ന്യായീകരണം കിട്ടിയിട്ടുണ്ട്. ഈ വോട്ട് ഇരട്ടിപ്പും മറ്റുമൊക്കെ ഇന്ത്യയിലെ വോട്ടർ പട്ടികയിലെ സർവ്വസാധാരണമാണ് എന്നുള്ളൊരു ന്യായീകരണമാണ് അവർക്ക് കിട്ടിയത്. അത് മാത്രമാണ് രാഹുൽ ഗാന്ധി വലിയ കാര്യമായി ചൂണ്ടിക്കാണിച്ചത് എന്നുള്ള ന്യായീകരണമാണ് അവർക്ക് കിട്ടിയത്. പക്ഷേ അപ്പോഴും രാഹുൽ ഗാന്ധി തെളിവോടുകൂടി തുറന്നു കാണിച്ച സത്യങ്ങൾ വലിയ ചോദ്യമായി ഇന്ത്യയുടെ ജനാധിപത്യ സമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണ്. അതിനെ മറയ്ക്കാൻ താക്കൂറിന്റെ വ്യാജ ആരോപണങ്ങൾ കൊണ്ടോ അതിന് പിന്നാലെ BJP വെക്കുന്ന ന്യായീകരണങ്ങൾ കൊണ്ടോ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വാട്സപ്പിൽ വീഡിയോകൾ കിട്ടാൻ കമന്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.